ഹലോ ആമനിൽ. വെൽക്കം ടു യൂട്യൂബ് സരിഗമ വ്യൂവേഴ്സ്. ഇതിൻ്റെ കഥ എഴുതിയ ആൾ ആൻ്റണി ഈസ്മാനാണ്. തിരക്കഥ എഴുതിയിരിക്കുന്ന കല്ലു ഡെന്നീസാണ്. അപ്പോൾ ഡേർട്ടി പിക്ചർ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്തു നിന്നാണ് ഇൻസ്പിറേഷൻ ഉണ്ടായത്. ഡേർട്ടി പിക്ചർ പബ്ലിസിറ്റി ചെയ്യുന്ന മാതിരി ഒരിക്കലും അത് സിൽസ്മിതയുടെ കഥയായിരുന്നില്ല, അതൊരു ഫിക്ഷനായിരുന്നു. അപ്പം അവരുടെ ജീവിതമായിട്ട് അടുത്ത് പരിചയമുണ്ടായിരുന്ന രണ്ട് പേരാണ് തീരുമാനിച്ചത് ഇതൊരു സിനിമയാക്കാം. അങ്ങനെയാണ് സിൽസ്മിതയുടെ ലൈഫ് സിനിമയാക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതിനകത്ത് വരുന്നൊരു കാര്യമെന്ന് വെച്ചാൽ, ഒരു വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ, മലയാളത്തിലെ പല നടികൾക്കും നമ്മുടെ ഒരു അബദ്ധധാരണകളോ അല്ലെങ്കിൽ അവരുടെ ഒരു എന്താ പറയുന്നത് കപട സദാചാര ബോധമോ ആയിരിക്കാം ചില ക്യാരക്ടേഴ്സ് ചെയ്യാൻ അവർക്കുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അങ്ങനെയാണ് പലരെ അപ്രോച്ച് ചെയ്തെങ്കിലും സിൽസ്മിതയുടെ ക്യാരക്ടർ ചെയ്യാൻ ഒരു വളരെ ബോൾഡായിട്ട് ചലഞ്ചിങ് ആയിട്ട് ആരും മുമ്പോട്ട് വന്നില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, അങ്ങനെ ചെയ്യാൻ വളരെ ബോൾഡായ ഒരു ആർട്ടിസ്റ്റുകളെ നമുക്ക് ഒന്ന് കണ്ണ് തുറന്ന് നോക്കിയാൽ കാണാനും കഴിയില്ല എന്നുള്ളതാണ് സത്യം. ഉണ്ടെന്ന് പറയുമായിരിക്കും, പക്ഷേ വളരെ നമ്മൾ കണ്ണ് തുറന്ന് നോക്കിയാൽ ആര് ചെയ്യും എന്ന് കണ്ണ് തുറന്ന് നോക്കിയാലും നമുക്കൊരിക്കലും മലയാളത്തിൽ നിന്ന് ഒരാളെ പോയിൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് ഒരു ഇന്ത്യയിലല്ല, ഒരു ഇന്ത്യ മൊത്തമുള്ള ഒരു സെർച്ചിൽ നിന്നാണ് അവസാനം സന ഖാൻ എന്നുള്ള ഒരു നടിയിലേക്ക് ലാൻഡ് ചെയ്യുന്നത്. നമുക്ക് ഒരു ശരീരം മാത്രം കാണിക്കുന്ന ഒരു നടിയെ പോരായിരുന്നു, ഒരു മുഖത്ത് ഭാവങ്ങൾ വരുന്ന ഒരു നടി വേണമായിരുന്നു. വളരെ ഫയറി ആയിട്ടുള്ള ഒരു മനസ്സുള്ള ഒരു പെൺകുട്ടി വേണമായിരുന്നു. അങ്ങനെയാണ് സന ഖാനിലേക്ക് ലാൻഡ് ചെയ്തത്. വളരെ നല്ല പെർഫോമർ ആയിരിക്കണമായിരുന്നു. പറഞ്ഞതുപോലെ